പരിശുദ്ധ ദൈവമാതാവിൻ്റെ വണക്കമാസം 5-ാം തീയതി പരിശുദ്ധ കന്യകയെ ദേവാലയത്തിൽ സമർപ്പിക്കുന്നു. വിശുദ്ധ യോവാക്കിമിനും വിശുദ്ധ അന്നയ്ക്കും ഭാഗ്യമില്ലാതിരുന്നതിനാൽ അവർ ദുഃഖാർത്തരായി കഴിഞ്ഞിരുന്നു. എന്നാൽ അവരുടെ പ്രാർത്ഥനയിലും ഉപവാസത്തിലും സംതൃപ്തനായി ദൈവം അവരെ അനുഗ്രഹിച്ചു. അവർക്ക് ഒരു പുത്രി ജനിച്ചു. അവൾക്ക് മേരി എന്ന നാമധേയം നൽകി. മേരി എന്ന നാമത്തിൻ്റെ അർത്ഥം നാഥ, രാജ്ഞി, സമുദ്രതാരം എന്നെല്ലാമാണ്. ഈശോ എന്ന നാമം കഴിഞ്ഞാൽ ഇത്ര മധുര മനോജ്ഞമായ നാമം വേറെയില്ല. സന്താനം ഉണ്ടാകുന്ന പക്ഷം ആ സന്താനത്തെ ദൈവത്തിനു സമർപ്പിക്കുന്നതാണെന്നും സന്താനലബ്ധിക്ക് മുമ്പ് തന്നെ അവർ വാഗ്ദാനം ചെയ്തിരുന്നു. ശിശുവായ മേരിയെ മാതാപിതാക്കന്മാർ വളരെ സ്നേഹത്തോടും വാത്സല്യത്തോടും കൂടിയാണ് വളർത്തിക്കൊണ്ടുവന്നത്. മേരിയുടെ നാമശ്രവണത്തിൽ ഭൂവാസികൾ ആനന്ദിച്ചു. കുഞ്ഞുമേരി ശൈശവത്തിൽ തന്നെ ദൈവസ്നേഹം കൊണ്ട് നിറഞ്ഞവളായിരുന്നു. അവളുടെ അസ്തിത്വം മുഴുവനും ദൈവത്തിനും വേണ്ടി ആയിരുന്നല്ലോ. യഹൂദാചാരപ്രകാരമുള്ള പ്രാർത്ഥനകളും മതകർമ്മങ്ങളും ഔത്സുക്യം പ്രദർശിപ്പിച്ചു. യഹൂദരുടെ പ്രധാന പ്രാർത്ഥന സങ്കീർത്തനങ്ങൾ ആലപിക്കുകയായിരുന്നു. മേരി അവ ഹൃദ്യസ്ഥമാക്കി പലപ്പോഴും ജപിച്ചു വന്നിരിക്കണം. പിൽക്കാലത്ത് മേരിയുടെ കൃതജ്ഞതാലാപം അവൾക്ക് വിശുദ്ധ ഗ്രന്ഥത്തിലുള്ള അവഗാഹമായ വാക്യോൽപ്പത്തി പ്രസ്പഷ്ടമാക്കുന്നുണ്ട്. യഹൂദ ബാലികമാരിൽ പലരും യൗവനപ്രായമാവുന്നതുവരെ ദേവാലയത്തിൽ വസിച്ചിരുന്നു. അവരുടെ ശിക്ഷണത്തിനായി ദേവാലയത്തിൽ വേണ്ട ക്രമീകരണങ്ങൾ ചെയ്തിരുന്നു. പക്രമതികളായ ചില വനിതകൾ അതിനായി നിയുക്തരായിട്ടുണ്ടാകും. ബാല്യത്തിൽ മാതാപിതാക്കന്മാരിൽ നിന്നുള്ള വേർപാട്, ഇപ്രകാരമുള്ള അർപ്പണത്തിൻ്റെ പാലനീയത ഉളവാകുന്ന ദുഃഖം, ഇവയൊന്നും ശിശുവായ മേരിക്ക് പ്രതിബന്ധമായില്ല. ദൈവം മാതാപിതാക്കന്മാർക്കു സന്താനങ്ങളെ നൽകുന്നത് നല്ലവരായി അവരെ വളർത്തി ദൈവത്തിനു സമർപ്പിക്കാനാണ്. അവരെ കുടുംബത്തിൻ്റെ അഭിമാനപാത്രങ്ങളും സമൂഹത്തിൻ്റെ മണിദീപങ്ങളുമായി വളർത്തേണ്ടതാണ്. മക്കളോടുള്ള അതീവ വാത്സല്യമോ അവരുടെ ശിക്ഷണത്തിൽ വേണ്ടത്ര ശ്രദ്ധ കൊടുക്കാത്തതോ അവരെ സംബന്ധിച്ചിടത്തോളം ഗാഹണീയമായ കൃത്യാഭിലോപമത്രേ. മേരിയുടെ മാതാപിതാക്കന്മാർക്കും വേറെ സന്താനങ്ങളാരുമില്ലായിരുന്നിട്ടും സന്തോഷപൂർവ്വം ദൈവത്തിന് അർപ്പിച്ചു. മേരിയും സ്വമനസ്സ ദൈവത്തിന് തന്നെ അർപ്പിക്കുകയാണ്. ആജീവനാന്തം അർപ്പണം പരിപൂർണമായിരുന്നു. ജ്ഞാനസ്നാന സ്വീകരണത്തിൽ ഒരു ക്രിസ്ത്യാനി ദൈവത്തിന് സ്വയം അർപ്പിക്കുന്നു. പക്ഷേ നമ്മുടെ ജീവിതം ആ അർപ്പണത്തിന് അനുയോജ്യമാണോ എന്നു നാം ചിന്തിക്കണം. ഓരോ പ്രവൃത്തിയും ആ അർപ്പണത്തിന് വിധേയമായിരിക്കേണ്ടതാണ്. വിശുദ്ധ കൊച്ചു ത്രേസ്യയും ദേവദാസി സിസ്റ്റർ അൽഫോൻസയും അവരുടെ മാതാക്കൾ ബാല്യത്തിൽ തന്നെ മരിച്ചത് നിമിത്തം ദൈവജനനിയെ താങ്കളുടെ അമ്മയായി സ്വീകരിച്ചതായി അവരുടെ ചരിത്രത്തിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. ദൈവജനനി ദേവാലയത്തിൽ ലോകപരിത്രാതാവിൻ്റെ ആഗമനത്തെ ആകാംക്ഷപൂർവ്വം കാത്തിരുന്നു. അതിനായി അവൾ തീക്ഷ്ണതാപൂർവ്വം പ്രാർത്ഥിക്കുകയും ഉപവസിക്കുകയും ത്യാഗകൃത്യങ്ങൾ അനുഷ്ഠിക്കുകയും ചെയ്തിരുന്നു. സംഭവം ബെവറിംഗ് ബെൽജിയത്തിലുള്ള ഒരു ഗ്രാമമാണ്. 1932 പരിശുദ്ധ കന്യക അവിടെ പ്രത്യക്ഷപ്പെട്ടു കൊണ്ട് പറഞ്ഞു, ഞാൻ പാപികളെ മാനസാന്തരപ്പെടുത്തുമെന്ന്. ആ സ്ഥലം
ഇന്ന് ഒരു മരിയൻ ഭക്തികേന്ദ്രമായി വളർന്നു കഴിഞ്ഞു. അനേകം പേർ അവിടെ സന്ദർശിച്ച് മാനസാന്തരപ്പെട്ടിട്ടുണ്ട്. അതിൽ ഏറ്റവും പ്രധാനമർഹിക്കുന്നത് റെഡ് ഫ്ലാഗ് എന്ന കമ്മ്യൂണിസ്റ്റ് പത്രത്തിൻ്റെ പത്രാധിപതിയുടേതാണ്. രണ്ടാം ലോക മഹായുദ്ധകാലത്ത് അയാളെ നാസികൾ തടവിലാക്കി. ജീവൻ അപകടത്തിലായി. അയാൾ ഉടനെ പരിശുദ്ധ കന്യകയെ സ്മരിച്ചു. തന്നെ മോചിപ്പിക്കുന്ന പക്ഷം സത്യവിശ്വാസത്തിലേക്ക് പ്രത്യാഗമിക്കുന്നതാണെന്ന് വാഗ്ദാനം ചെയ്തു. അയാൾ മോചിതനായി, പക്ഷേ വിശ്വാസം സ്വീകരിക്കുന്നതിന് വിമുക്തനായിരുന്നു. 1945 അയാൾ വലിയ വിശ്വാസമൊന്നുമില്ലാതെ ബെവറിങ്ങിലേക്ക് ഒരു തീർത്ഥയാത്ര നടത്തി. വെറും ഒരു കാഴ്ചക്കാരനായി പരിശുദ്ധ കന്യകയുടെ തിരുസ്വരൂപത്തിന് മുൻപിൽ നിന്ന് അദ്ദേഹം പെട്ടെന്ന് ഭക്തജനങ്ങളോടൊപ്പം മുട്ടുകുത്തി. താൻ വഴി പരിശുദ്ധ കന്യക വലിയ കാര്യങ്ങൾ ലോകത്തിനു ചെയ്യാൻ പോകുന്നതായി അദ്ദേഹത്തിനു ദൈവിക ദർശനം ലഭിക്കുകയുണ്ടായി. പരിപൂർണമായ ഒരു പരിവർത്തനമാണ് അദ്ദേഹത്തിനുണ്ടായത്. അദ്ദേഹമാണ് ബെൽജിയത്തിൽ ലീജൻ ഓഫ് മേരിയുടെ സ്ഥാപകൻ. പ്രാർത്ഥന. അമലോമനോഹരിയും അമലോത്ഭവയുമായ പരിശുദ്ധ കന്യകയെ, അങ്ങ് ശൈശവദശയിൽ തന്നെ ദൈവത്തിന് പരിപൂർണമായി അർപ്പിച്ച് അവിടുത്തെ സേവനത്തിൽ വിശ്വസ്തത പ്രകടിപ്പിച്ചുവല്ലോ. ദിവ്യനാഥേ, ഞങ്ങളും ദൈവസ്നേഹത്തിലും അങ്ങയോടുള്ള സ്നേഹത്തിലും വിശ്വസ്തരായിരിക്കുവാനുള്ള അനുഗ്രഹം നൽകിയരുളണമേ. അങ്ങ് ലോകപരിത്രാതാവിനെ പ്രതീക്ഷിച്ചുകൊണ്ട് ദൈവത്തോട് പ്രാർത്ഥിച്ച് അങ്ങിലും ലോകത്തിലും ദൈവസുതര വാസസ്ഥലം സജ്ജമാക്കി. ഇതുപോലെ ഞങ്ങളുടെ ഹൃദയങ്ങളിൽ ദൈവരക്ഷകൻ ഹൃദയനാഥനായി വസിക്കുവാനുള്ള അനുഗ്രഹം പ്രാപിച്ചു തരണമേ. എത്രയും ദയുള്ള മാതാവേ, നിന്റെ സങ്കേതത്തിൽ ഓടിവന്ന് നിന്റെ ഉപകാരസഹായം അപേക്ഷിച്ചു. നിന്റെ അപേക്ഷയുടെ സഹായത്തെ ഇരുന്നവരിൽ ഒരുവനെങ്കിലും നിന്നാൽ കൈവിടപ്പെട്ടു എന്നു ലോകത്തിൽ കേൾക്കപ്പെട്ടിട്ടില്ല എന്നു നീ നിലച്ചുകൊള്ളണമേ. കന്യാവ്രതക്കാരുടെ രാജ്ഞിയായ കന്യകേ, ദയുള്ള മാതാവേ, ഈ വണ്ണമുള്ള ശരണത്താൽ ഉറച്ചു നിന്റെ തൃപ്പാദത്തിങ്കൽ ഞാൻ അണഞ്ഞു വരുന്നു. നെടുർപ്പെട്ട് കണ്ണീർ ചിന്തി പാപിയായ ഞാൻ നിന്റെ ദയയുടെ ആഴത്തെ കാത്തുകൊണ്ട് നിന്റെ തിരുമുമ്പിൽ നിൽക്കുന്നു. അവതരിച്ച വചനത്തിൻ്റെ മാതാവേ, എൻ്റെ അമ്മേ, എൻ്റെ അപേക്ഷയെ ഉപേക്ഷിക്കാതെ ദയാപൂർവം കേട്ടുള്ളണമേ. ആമേനീശോ. ജന്മഭാവമില്ലാതെ ഉത്ഭവിച്ച ശുദ്ധമറിയമേ, പാപികളുടെ സങ്കേതമേ, ഇതാ നിന്റെ സങ്കേതത്തിൽ ഞങ്ങൾ തേടി വന്നിരിക്കുന്നു. ഞങ്ങളുടെ മേൽ അലിവായിരുന്ന് ഞങ്ങൾക്ക് വേണ്ടി നിന്റെ തിരുക്കുമാരനോട് പ്രാർത്ഥിച്ചു കൊള്ളണമേ. സ്വർഗ്ഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ്സ് സ്വർഗ്ഗത്തിലെ പോലെ ഭൂമിയിലും ആകണമേ. അന്നു വേണ്ടുന്ന ആഹാരം ഇന്നും ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകളും ഞങ്ങളോട് ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനങ്ങളിൽ ഉൾപ്പെടുത്തരുതേ, തിന്മയിൽ നിന്നും ഞങ്ങളെ രക്ഷിക്കണമേ. നന്മ നിറഞ്ഞ പറയുമേ, സുസ്ഥി, കർത്താവ് അങ്ങയുടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹപ്പെടലാവുന്നു. അങ്ങയുടെ ഫലമായി ഈശോ അനുഗ്രഹപ്പെടലാവുന്നു. പരിശുദ്ധ പറയുമേ, തമ്പുരാനുമേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി, അതിനെ പോലെ ഇപ്പോഴെപ്പോഴും എന്നേക്കും. ആമേൻ. ജന്മഭാവമില്ലാതെ ഉത്ഭവിച്ച ശുദ്ധമറിയമേ, പാപികളുടെ സങ്കേതമേ, ഇതാ നിന്റെ സങ്കേതത്തിൽ ഞങ്ങൾ തേടി വന്നിരിക്കുന്നു. ഞങ്ങളുടെ മേൽ അലിവായിരുന്ന് ഞങ്ങൾക്ക് വേണ്ടി നിന്റെ തിരുക്കുമാരനോട് പ്രാർത്ഥിച്ചു കൊള്ളണമേ. സ്വർഗ്ഗസ്ഥനായ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ.
അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ് സ്രോതത്തിലെ പോലെ ഭൂമിയിലും ആകണമേ. അന്നു വേണ്ടുന്ന ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകളും ഞങ്ങൾ ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനങ്ങളിൽ ഉൾപ്പെടുത്തരുതേ, തിന്മയിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ. നന്മ നിറഞ്ഞു പറയുമേ സുസ്ഥി, കർത്താവ് അങ്ങയുടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹപ്പെട്ടതാവുന്നു. അങ്ങയുടെ ദുരിതത്തിൻ ഫലമായി ഈശോ അനുഗ്രഹപ്പെട്ടതാവുന്നു. പരിശുദ്ധ പറയുമേ തമ്പുരാനമേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി, ആദിലെ പോലെ ഇപ്പോഴെപ്പോഴും ആമേൻ. ജന്മഭാവമില്ലാതെ ഉത്ഭവിച്ച ശുദ്ധമറിയമേ, പാപികളുടെ സങ്കേതമേ, ഇതാ നിന്റെ സങ്കേതത്തിൽ ഞങ്ങൾ തേടി വന്നിരിക്കുന്നു. ഞങ്ങളുടെ മേൽ അലിവായിരുന്ന് ഞങ്ങൾക്ക് വേണ്ടി നിർത്തിരിക്കുമാരനോട് പ്രാർത്ഥിച്ചുകൊള്ളണമേ. സ്വർഗ്ഗസ്ഥനായ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ് സ്രോതത്തിലെ പോലെ ഭൂമിയിലും ആകണമേ. അന്നു വേണ്ടുന്ന ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകളും ഞങ്ങൾ ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനങ്ങളിൽ ഉൾപ്പെടുത്തരുതേ, തിന്മയിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ. നന്മ നിറഞ്ഞു പറയുമേ സുസ്ഥി, കർത്താവ് അങ്ങയുടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹപ്പെട്ടതാവുന്നു. അങ്ങയുടെ ദുരിതത്തിൻ ഫലമായി ഈശോ അനുഗ്രഹപ്പെട്ടതാവുന്നു. പരിശുദ്ധ പറയുമേ തമ്പുരാനമേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി, ആദിലെ പോലെ ഇപ്പോഴെപ്പോഴും. പരിശുദ്ധ ദൈവമാതാവിനോടുള്ള അപേക്ഷ. പാപികളുടെ സങ്കേതമേ, തിരുസഭയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ. നന്മ നിറഞ്ഞു പറയുമേ സുസ്ഥി, കർത്താവ് അങ്ങയുടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹപ്പെട്ടതാവുന്നു. അങ്ങയുടെ ദുരിതത്തിൻ ഫലമായി ഈശോ അനുഗ്രഹപ്പെട്ടതാവുന്നു. പരിശുദ്ധ പറയുമേ തമ്പുരാനമേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമീൻ. പാപികളുടെ സങ്കേതമേ, വിജാതികൾ മുതലായവർ മനസ്സ് തിരിവാൻ വേണ്ടി പ്രാർത്ഥിക്കണമേ. നന്മ നിറഞ്ഞു പറയുമേ സുസ്ഥി, കർത്താവ് അങ്ങയുടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹപ്പെട്ടതാവുന്നു. അങ്ങയുടെ ദുരിതത്തിൻ ഫലമായി ഈശോ അനുഗ്രഹപ്പെട്ടതാവുന്നു. പരിശുദ്ധ പറയുമേ തമ്പുരാനമേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമീൻ. പാപികളുടെ സങ്കേതമേ, രാഷ്ട്രീയാധികാരികൾ സത്യവും നീതിയും പാലിക്കുന്നതിനു വേണ്ടി പ്രാർത്ഥിക്കണമേ. നന്മ നിറഞ്ഞു പറയുമേ സുസ്ഥി, കർത്താവ് അങ്ങയുടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹപ്പെട്ടതാവുന്നു. അങ്ങയുടെ ദുരിതത്തിൻ ഫലമായി ഈശോ അനുഗ്രഹപ്പെട്ടതാവുന്നു. പരിശുദ്ധ പറയുമേ തമ്പുരാനമേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. പാപികളുടെ സങ്കേതമേ, മാർപ്പാപ്പ മുതലായ തിരുസഭാധികാരികൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ. നന്മ നിറഞ്ഞു പറയുമേ സുസ്ഥി, കർത്താവ് അങ്ങയുടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹപ്പെട്ടതാവുന്നു. അങ്ങയുടെ ദുരിതത്തിൻ ഫലമായി ഈശോ അനുഗ്രഹപ്പെട്ടതാവുന്നു. പരിശുദ്ധ പറയുമേ തമ്പുരാനമേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. പാപികളുടെ സങ്കേതമേ, അങ്ങേ പ്രിയപ്പെട്ട മക്കളായിരിക്കുന്ന ശുദ്ധീകരണ സ്ഥലത്തെ ആത്മാക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ. നന്മ നിറഞ്ഞു പറയുമേ സുസ്ഥി, കർത്താവ് അങ്ങയുടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹപ്പെട്ടതാവുന്നു. അങ്ങയുടെ ദുരിതത്തിൻ ഫലമായി ഈശോ അനുഗ്രഹപ്പെട്ടതാവുന്നു. പരിശുദ്ധ പറയുമേ തമ്പുരാനമേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. സുഹൃത ജപം. മറിയത്തിന്റെ വിമല ഹൃദയമേ, ഇന്ത്യക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ. മറിയത്തിന്റെ വിമല ഹൃദയമേ, ഇന്ത്യക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ. മറിയത്തിന്റെ വിമല ഹൃദയമേ, ഇന്ത്യക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ.